അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴി കണ്ടപ്പോൾ പലർക്കും മനസ്സിലാക്കാനുമായിരിക്കും നമ്മൾ നേരെ പൊന്മുടിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ ഡിയോയിലൊക്കെയായിരുന്നു നമ്മൾ പൊന്മുടി വന്നിട്ടുള്ളത് നമ്മുടെ സ്കൂട്ടിയിൽ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് എടുത്ത് നമ്മുടെ മാരുതി 800 നമ്മൾ പൊന്മുടി കയറിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല വേറൊരു പ്രത്യേകത, നമ്മൾ ആദ്യമായിട്ടാണ് നമ്മളൊരു കാറിൽ പൊന്മുടി കയറി വരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ അനിയത്തിയുണ്ട്, നമ്മുടെ മറ്റേ ചേട്ടനുണ്ട്, പിന്നെ നമ്മുടെ ഫ്രണ്ട്സായിട്ട് ആനന്ദുണ്ട്, സേതിലുണ്ട്. അപ്പോൾ ഇത്രയും പേരാണ് നമ്മൾ നേരെ പൊന്മുടിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഫുൾ അടിപൊളി കാഴ്ചകളാണ്. നമ്മൾ ഈ വീഡിയോ നമ്മൾ ഇതിനു മുമ്പൊരു പുനലൂർ എണ്ണപ്പനത്തോട്ടത്തിൽ കൂടെ പോകുന്നൊരു വീഡിയോ ഇട്ടില്ലേ, അതിന് മുന്നേ നമ്മൾ പോയൊരു ട്രിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യണോ വേണ്ടെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ എന്തായാലും അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാമെന്ന് കരുതി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ ഈ യാത്ര എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം നമ്മൾ വന്നത് വെറുതെ ആയില്ല. നമ്മൾ കാരണം ഇതിനു മുമ്പ് വന്നിട്ടുള്ളതിനേക്കാളും ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് കോടമഞ്ഞിറങ്ങിയ സമയം വരുന്നത്. ഫുള്ള് അങ്ങോട്ട് കോടമഞ്ഞായിരുന്നു. അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ അതേ ഇവിടെ ഒരു ചെറിയൊരു അരുവി ഉണ്ടായിരുന്നു, ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ. അപ്പോൾ അതൊക്കെ നോക്കിയിരുന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. കാരണം നമ്മൾ ഇവിടെ ഒന്നും ഇറങ്ങുന്നില്ല, കാരണം ഫുള്ള് കൊളയട്ടൊക്കെ ആയിരിക്കും. പിന്നെ മഴ ഉറക്കുന്നതിന് മുമ്പ് നമുക്ക് നേരെ ടോപ്പിലെത്തണം. അപ്പോൾ നമ്മൾ നേരെ ടോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുള്ളും ചെറിയ രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. നല്ലൊരു രസമായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ നമ്മൾ കാടൊക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ ഇങ്ങനെ ഓരോ ഹെയർ പിന്നുകളും കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ നമ്മുടെ സ്വന്തം കാറിലിങ്ങനെ ഒരു ട്രിപ്പ് ഇങ്ങനെ പോകുന്നതുകൊണ്ട് അതിൻ്റേതായ ഒരു സന്തോഷം കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫുൾ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ അടിച്ച് പൊളിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കി വിടായിരുന്നാലും മതിയായിരുന്നു. അതാണ് കൊള്ളാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ അതെ നമ്മുടെ വണ്ടി വരുന്നുണ്ട്, ചേട്ടനാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. പാസൊക്കെ അടിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ മഞ്ഞിനിടയിൽ കൂടെ ചെറിയൊരു വണ്ടി മാരുതി 800 ഇങ്ങനെ പോകുന്നതാണ്. അടിപൊളി രസമല്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റും കൂടെ ചെയ്തേക്ക്. കിടക്കുന്നുണ്ടല്ലേ മഞ്ഞിൽ പുതഞ്ഞ് നമ്മുടെ കാർ. അപ്പോൾ ഇവിടെ വരുന്നെങ്കിൽ ഇങ്ങനെ കോടമഞ്ഞുള്ളപ്പോൾ തന്നെ വരണം കേട്ടോ, എന്നാലേ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ അതേ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, ഫുള്ളും കോടമഞ്ഞിറങ്ങി കിടക്കുകയാണ്. വണ്ടിയുടെ അകത്തിരിക്കാൻ നേരത്ത് നല്ല കണക്കൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ക്യാമറ വെളിയിലോട്ട് എടുത്ത് വെച്ച് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. വണ്ടിയുടെ അകത്തുനിന്ന് വീഡിയോ എടുത്താൽ ഒന്നും കാണത്തില്ല. അതെ ഫുള്ളും കണ്ടില്ലേ, വളവുകളൊന്നും അറിയാൻ പോലും പറ്റുന്നില്ല. ഫുള്ളും മഞ്ഞിറങ്ങി കിടക്കുകയാണ്, കണ്ടില്ലേ? അങ്ങനെ അവസാനം നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്തിട്ട് വേണം നമുക്കിനി നേരെ മുകളിലോട്ട് പോകാൻ. ഫുള്ള് മഞ്ഞാണ് കേട്ടോ അങ്ങോട്ടൊക്കെ. അപ്പോൾ ഇവിടെയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇവിടെ മൊത്തം കോടമഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്, കണ്ടില്ലേ? അടിപൊളിയാണ്.
അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ മരങ്ങൾക്കിടയിൽ അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതേ ഫുള്ളും ബാക്കിൽ കണ്ടില്ലേ, ഫുള്ളും കോടമഞ്ഞ് ഇറങ്ങിയൊക്കെയാണ്. ആകാശവും കോടമഞ്ഞും എല്ലാം കൂടെ ചേർന്ന് ഒരു വെള്ളക്കടല പരന്ന് കിടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ മരങ്ങളും കൂടെ കാണാൻ അടിപൊളി ഭംഗിയാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഓരോ ഭാഗത്തും ആളുകൾ കിടന്ന് അലറുന്നുണ്ട് കേട്ടോ. മഞ്ഞ് കാരണം എവിടെയാണ് ആൾക്കാർ നിൽക്കുന്നത് കാണാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ നമുക്കും അപ്പം നേരെ നടക്കാം. അപ്പോൾ അതെ അവരിങ്ങനെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു ഗാർഡൻ നമുക്കിവിടെ കാണാം. ഇതാ കാണാൻ പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നാലേ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെ ചെറിയൊരു റിസോർട്ട് കണക്കുന്ന സംഭവമൊക്കെ ഇവിടെ കാണാം. ആ കാണുന്ന മലയുടെ മുകളിലൊക്കെ ആൾക്കാർ നിൽപ്പുണ്ട്. മഞ്ഞായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമുക്ക് അടുത്ത് നിൽക്കുന്നവരെ പോലും ചിലയിടത്ത് കാണാൻ പറ്റത്തില്ല, അത്രയ്ക്ക് മഞ്ഞാണ് ഇവിടെ. കണ്ടില്ലേ, താഴോട്ടൊക്കെ അതിനിടയ്ക്കൊക്കെ ആൾക്കാർ കാണും. ഈ മഞ്ഞിങ്ങനെ കോടമഞ്ഞിങ്ങനെ ഇറങ്ങിയിരിക്കുന്നുണ്ടാണ് നമുക്ക് ആരെയും കാണാൻ പോലും പറ്റാത്തത്. അവിടെയൊക്കെ ആൾക്കാർ നിലയ്ക്കുന്നുണ്ട്. അവിടെ ഹിൽ സ്റ്റേഷനിൽ അവിടുത്തെ ടോപ്പ് ഭാഗമാണ്, അവിടെയൊക്കെ ആൾക്കാരാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം വെയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോടമഞ്ഞൊക്കെ ഒന്ന് മാറി നിൽക്കുകയാണ്. എന്നാലും ചെറിയ തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര വെയിലായി തുടങ്ങിയിട്ടുണ്ട്. താഴെ കണ്ടില്ലേ, ഫുള്ളും മേഘവും അടിപൊളി വ്യൂ. അങ്ങനെ ഇവിടെ നിന്ന് ഫുള്ളും മഞ്ഞും അങ്ങനെ പോയിരിക്കുകയാണ്. നല്ല രീതിക്കുള്ള വെയിൽ വന്നു തുടങ്ങി, നല്ല രീതിക്കുള്ള ചൂടും വന്നു തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ മൂന്നാറിലോട്ട് വേറൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മിക്കവാറും ചിലപ്പോൾ നമ്മൾ പോകാനാണ് ചാൻസ്, ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ വെയിൽ മാറി അടുത്തത് മഴയായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ മാറി മാറി ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വന്ന സമയത്ത് മഞ്ഞ്, അത് കഴിഞ്ഞ് വെയിലായി, ഇപ്പോൾ അതേ മഴ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെല്ലാം കൂടെ മഴ നനയായിരിക്കാൻ ഈ ഓലപ്പുരയിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മഞ്ഞും മഴയും എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ മുകളിൽ നേരെ ഇനി താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെ നിർത്തുന്നില്ല, ഇനി നേരെ വീട്ടിലോട്ടാണ് കേട്ടോ. വെയിൽ വന്നപ്പോൾ ഇപ്പോൾ നല്ല രീതിക്കുള്ള വെയിലായിരിക്കുകയാണ്. അപ്പോൾ ഇനി പോകുന്ന വഴിയുള്ള കാഴ്ചകളപ്പോൾ നിങ്ങൾ കണ്ടോ. അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി ട്രാവൽ ചെയ്ത് വീഡിയോസൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മളിനി ട്രാവൽ ചെയ്ത് വീഡിയോ കിട്ടുന്നതായിരിക്കും. നമ്മൾ വണ്ടിയിലില്ലെങ്കിൽ നമ്മൾ ബസ്സിൽ കയറിയാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി നമ്മൾ ട്രാവൽ ചെയ്ത് വീഡിയോ ഇടും. കാരണം നമുക്ക് യാത്ര അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.